പി.എൻ. ഷാജിയുടെ ആത്മഹത്യയിൽ എസ്.എഫ്.ഐക്കെതിരെ പ്രതിപക്ഷം. മരണത്തിന് ഉത്തരവാദി എസ്.എഫ്.ഐ ആണെന്നും കൊലക്കുറ്റം ചുമത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും ആവശ്യപ്പെട്ടു. എസ്.എഫ്.ഐക്കെതിരെ കെ.എസ്.യു ഗവർണർക്ക് പരാതി നൽകി. കലോത്സവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നുഴഞ്ഞു കയറിയവരാണെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയതിനാൽ വിധികർത്താക്കൾ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായുമില്ല. കലോത്സവ വിധികർത്താവ് ഷാജിയുടെ മരണം എസ്.എഫ്.ഐക്കെതിരായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. എസ്.എഫ്.ഐക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. കലോത്സവത്തിൻ്റെ ഫലം അട്ടിമറിക്കാൻ എസ്.എഫ്.ഐ ഇടപെടൽ നടത്തിയെന്നും ഷാജിയുടേത് കിരാതമായ കൊലപാതകമെന്നും കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ ആരോപിച്ചു. ഷാജിയുടെ വീട്ടിലെത്തിയതിനു ശേഷമായിരുന്നു സുധാകരൻ്റെ പ്രതികരണം. ഈ പറയുന്ന പാപ മനുഷ്യന്റെ മരണത്തിനും ഉത്തരവാദി എസ്.എഫ്.ഐ ആണ്. കിരാതമായൊരു കൊലപാതകമാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ആത്മഹത്യയിൽ നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തണം. എസ്.എഫ്.ഐയുടെ ക്രൂരതയുടെ ഇരയാണ് ഷാജിയെന്നും എസ്.എഫ്.ഐയെ CPIM നിയന്ത്രിക്കണം എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. എസ്.എഫ്.ഐക്കാരുടെ കൊടും ക്രൂരത വീണ്ടും ഒരു മരണത്തിന് കൂടി ഇടയാക്കിയിരിക്കുകയാണ്. ഈ ക്രിമിനലുകളെ ഇവർ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾ തന്നെ രംഗത്തിറങ്ങേണ്ട സ്ഥിതി ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള വിനയപൂർവമായ അപേക്ഷ. ഷാജി മരിച്ചത് എസ്.എഫ്.ഐയുടെ അമിതമായ രാഷ്ട്രീയവൽക്കരണം മൂലമാണെന്നും എസ്.എഫ്.ഐ നേതാക്കൾ നടത്തിയ വൻ അഴിമതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നും കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് എസ്.എഫ്.ഐയുടെ അമിതമായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണമാണ് ഷാജി എന്ന് പറയുന്ന വിധികർത്താവിൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിയതെന്ന് കെ.എസ്.യു സംശയിക്കുകയാണ്. വിധികർത്താവിൻ്റെ മരണം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ബോധപൂർവം കലാലയങ്ങളിൽ ചിലർ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നുഴഞ്ഞു കയറി ആരോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം പോലീസ് അന്വേഷണം പൂർത്തീകരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പോലീസ്. അതേസമയം മുൻകൂർ ജാമ്യം തേടിയതിനാൽ വിധികർത്താക്കൾ തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.